എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ എവിടെയാണെന്നറിയോ? ബാംഗ്ലൂരാണ്. കുറേ വർഷമായി ബാംഗ്ലൂർ ജോലി ചെയ്യുന്നെങ്കിലും ബാംഗ്ലൂരിന് പുറത്തേക്കുള്ള പല സ്ഥലങ്ങളും ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിനായി ഒരു അവസരം വന്നത്. എൻ്റെ സുഹൃത്ത് രാജീവ് വിളിക്കുന്നതും നമുക്കൊരു വൺ ഡേ ട്രിപ്പ് പോയാലോ എന്ന് ചോദിക്കുന്നതും. പിന്നെ ഒന്നും മടിച്ചില്ല, നേരെ ബാഗും പാക്ക് ചെയ്ത് വണ്ടിയെടുത്ത് ഇറങ്ങി ബാംഗ്ലൂർ ട്രാഫിക്കിലേക്ക്. ഗണേശ ഫെസ്റ്റിവലും ഓണത്തിൻ്റെ അവധിയും ഒക്കെ ആയിട്ടും ട്രാഫിക്കിന് മാത്രം യാതൊരു കുറവുമില്ല. അങ്ങനെ ഒരു തരത്തിൽ ഉന്തിത്തള്ളി ഹെബ്ബാൾ ഫ്ലൈ ഓവർ വരെ എത്തി. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം നല്ല വെയിലായിരുന്നെങ്കിലും ഇപ്പം മഴ നന്നായി പൊടി പൊടിച്ച് പെയ്യുന്നുണ്ട്. ഇതുപോലൊരു മഴ ഞാൻ ബാംഗ്ലൂർ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. ദേ മഴ പോയല്ലോ. ഇനി അപ്പം മഴയെക്കുറിച്ച് പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല, നമുക്ക് മറ്റുള്ള കാഴ്ചകളിലേക്ക് കയറാം. അതിനു മുമ്പ് ഒരു കാര്യം ഓർമ്മിപ്പിക്കാം. നമ്മുടെ ഒരു കുഞ്ഞു ചാനലായിട്ടും കുറേ സുഹൃത്തുക്കൾ വീഡിയോ കാണുകയും മെസ്സേജ് അയക്കുകയും വിളിക്കുകയൊക്കെ ചെയ്തു. ഇത്രയും നല്ലൊരു റെസ്പോൺസ് എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി നല്ല രീതിയിൽ വീഡിയോ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാ, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കൂലേ കട്ടയ്ക്ക്? എന്നെപ്പോലെ ഒരു മടിയനെ കൊണ്ട് ഇതുപോലെയൊക്കെ വീഡിയോ ചെയ്യിപ്പിക്കണമെങ്കിൽ അത് മാത്രമേ മാർഗമുള്ളൂ. അങ്ങനെ ദേവനൂരിലേക്ക് കഴിഞ്ഞ് നന്ദി ഹിൽസ് റൂട്ടിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെ മഴയുടെ ഒരു സംഭവമില്ല. നല്ല പച്ചപ്പ്, നീലാകാശം, വെൺമേഘങ്ങൾ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ക്യാമറയിൽ നിങ്ങൾ ഈ കാണുന്നതൊന്നും അല്ല മക്കളെ വ്യൂ, നിങ്ങളിവിടെ വന്ന് കാണണം. പ്രത്യേകിച്ച് ബാംഗ്ലൂരുള്ള ആൾക്കാർ ഒരാഴ്ചത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് ആ ട്രാഫിക്കിൽ വണ്ടിയൊക്കെ ഓടിച്ച് മടുത്ത് ഫ്രസ്ട്രേഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് വെറുതെ നിങ്ങൾ ഇങ്ങോട്ടൊന്ന് പോരെ, ഒന്നും കാണണ്ട, വെറുതെ വണ്ടി ഓടിച്ച് തിരിച്ചു പോയാൽ മതി, ഒരു സമാധാനമൊക്കെ കിട്ടും. ചെറിയ കവലകളും കടകളും വീടുകളൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഏതാണ്ട് അടുത്തെത്തിയിട്ടുണ്ട്. ഇനിയൊരു 10-15 മിനിറ്റ് കൊണ്ട് എത്തും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ആ വ്യൂ ഒന്ന് നോക്കിക്കേ. ഇന്നത്തെ ആകാശം കുറച്ച് സ്പെഷ്യലാണോ എന്നൊരു സംശയം. ഒരു രക്ഷയില്ല. സമയം പോയതറിഞ്ഞില്ല. നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ സ്കന്ദഗിരി. ഇതൊരു പ്രധാനപ്പെട്ട സൺറൈസ് ട്രെക്കിംഗ് പോയിൻ്റായിട്ടാണ് അറിയപ്പെടുന്നത്. ബാംഗ്ലൂരിൽ നിന്നും 70 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ള ദൂരം. ഇത് സ്ഥിതി ചെയ്യുന്നത് ചിക്ബല്ലാപൂർ താലൂക്കിലാണ്. ഇതൊരു സൺറൈസ് ട്രെക്കിംഗ് പോയിൻ്റാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ കാര്യം ഏകദേശം പിടികിട്ടി. നമ്മളിപ്പം വൈകുന്നേരമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇവിടെ ആരെയും കാണാനില്ല, പക്ഷെ അവിടെ ഒരു അമ്മച്ചി ഇരിപ്പുണ്ട്. നമുക്ക് ആ അമ്മച്ചിയോടൊന്ന് ചോദിക്കാം, അമ്മച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ. ನಮಸ್ತೆ. ಇದು ಕಳವಾರದ ಗ್ರಾಮ ಪಾಪಗ್ನಿ ಮಠ. ಈರಬ್ರಹ್ಮಯ್ಯನವರು ಇಲ್ಲಿ ಬೆಳೆದಿರೋ ಜಾಗ. ಮಕ್ಕಳಿಲ್ದಿದ್ದಕ್ಕೆ ಪಾಪಮ್ಮವರು ತಗೊಂಬಂದು ಇಲ್ಲಿ ಸಾಕಿರೋದು. ಅವರು ಹುಟ್ಟಿರೋ ಸ್ಥಳ ಕಾಶಿ, ಬೆಳೆದಿರೋದು ಪಾಪಗ್ನಿ. ಅವರು 12 ವರ್ಷ ಇಲ್ಲಿ ಸಾಕೊಂಡಿದ್ದು. 12 ವರ್ಷ ಆದಮೇಲೆ ತಾಯಿಗೆ ಇಷ್ಟು ರೂಪಾಯಿ ನೋಡಿಸಿ, ನಾನು ಹೋಗ್ತೀನಮ್ಮ, ಇಷ್ಟೇ, ನಾನು ಇಂದವರೆಗೂ ಇದ್ನಿ, ಇಲ್ಲಿಂದ ಅಷ್ಟಕ್ಕೆ ನಿನ್ನ ಮಗನಲ್ಲ, ನಾನು ಲೋಕ ಸಂಚಾರನಾಗಿ ಹೋಗ್ತೀನಿ ಅಂದ್ಬಿಟ್ಟಿದ್ದೆ. ತಾಯಿಗೆ ಇಷ್ಟು ರೂಪಾಯಿ ನೋಡಿಸ್ಬಿಟ್ಟು ಹೊರಟರು. ಯಾರೋ ಈರಬ್ರಹ್ಮಯ್ಯನವರು. ಅವರು ಬನಗಾನಹಳ್ಳಿ, ಕೋತ್ಲೂರು, ಬ್ರಹ್ಮಯ್ಯನವ್ರ ಮಠ. ಬನಗಾನಹಳ್ಳಿಯಾಗ ಅಚ್ಚಮ್ಮನ ಹತ್ರ ದನ ಮೇಯಿಸ್ಕೊಂಡು, ಕೋತ್ಲೂರಾಗ ಗುಂಡು ಕೆಳಗಡೆ ಇದು ಕಾಗಂತಗಳು ಬರೆದು, ಅಲ್ಲಿಂದ ಅಷ್ಟೇ ಈರಬ್ರಹ್ಮಯ್ಯನವ್ರ ಮಠ ಸೇರಿದರು. ಅವರು ಮಠ ಸೇರಿ ಅಲ್ಲಿ ಅವರು ಮದುವೆ ಆಗಿ, ಅವ್ರಿಗೆ ಮಕ್ಕಳು ಮದುವೆ ಆಗಿ, ಅವರು ಜೀವ ಸಮಾಧಿ, ಈರಬ್ರಹ್ಮಯ್ಯನವರು ಅಲ್ಲಿ ಜೀವ ಸಮಾಧಿ ಆಗಿದ್ರು. ಇಲ್ಲಿ ಅಂದರೆ ಏನಪ್ಪ ಅಂದರೆ ಪಾಪಗ್ನಿ ಮಠ ಚೆಂದಾಗಿ ಇಂಪ್ರೂವ್ ಆಗಿದೆ. ಭಕ್ತಾದರು ದಂಡಿಗೆ ಬರ್ತಾರೆ. ಏನೋ ಅವ್ರ ಕೃಪೆ, ಕಾಶಿ ವಿಶ್ವನಾಥ ಅವ್ರ ಕೃಪೆಯಿಂದ ಇಲ್ಲಿ ಚೆನ್ನಾಗಿ ನಡೀತಾ ಇದೆ. അಷ್ಟು മാത്രം നമുക്ക് കിട്ടും. അങ്ങനെ ഈ സ്ഥലത്തെക്കുറിച്ച് ചെറിയൊരു ഐഡിയ ഒക്കെ കിട്ടി. പണ്ട് കന്നഡ പഠിച്ചുകൊണ്ടേ ഇങ്ങനെയൊക്കെ ചില ഉപകാരമുണ്ട് ഇപ്പോൾ.
അപ്പോഴേക്കും ബൈക്കിൽ 2 അണ്ണന്മാരെത്തി. അവരിവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം അവർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ട്രക്കിങ്ങിന് പോകണമെങ്കിൽ കർണാടക ഗവൺമെൻറ്റിൻ്റെ ആരണ്യവിഹാര എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ പോയിട്ട് നമ്മൾ ടൈം സ്ലോട്ടൊക്കെ സെലക്ട് ചെയ്ത് അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യണം. ആ ബുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ രാവിലെ 4 മണി തൊട്ട് 11 മണി വരെയാണ് ട്രക്കിംഗ് അനുവദിച്ചിട്ടുള്ളത്. അപ്പം ആർക്കെങ്കിലും ട്രക്കിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ഈ രജിസ്ട്രേഷൻ ചെയ്തിട്ട് മാത്രമേ ഇങ്ങോട്ട് വരാവുള്ളൂ. ഇല്ല നിങ്ങൾക്ക് ട്രക്കിംഗ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ആ വെബ്സൈറ്റ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമുക്ക് പിന്നെ ട്രക്കിങ്ങിനേക്കാളും പ്രധാനം അവിടുത്തെ വിഷ്വൽസൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ പിന്നെ ഒന്നും വിട്ടില്ല. സുന്ദരമായ പർവ്വതങ്ങളും പുഞ്ചിരി പൊഴിക്കുന്ന കാട്ടുപൂക്കളും അങ്ങനെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ കണ്ട് അതൊക്കെ ഷൂട്ട് ചെയ്ത് ക്യാമറയിൽ പകർത്തി നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരാൾ ക്യാമറയ്ക്ക് മുന്നേ വന്നിരിക്കുന്നത്. നിനക്കെന്താടാ എൻ്റെ പറമ്പിൽ കാര്യം എന്ന മട്ടിൽ. അതെ, ഒരുപക്ഷെ ഇത് അവൻ്റെ യജമാനൻ്റെ ആയിരിക്കാം. നമ്മൾ ചെന്ന് കയറിയത് മനോഹരമായ ഒരു റോസാപ്പൂ തോട്ടത്തിലാണ്. അറിയാവുന്ന കന്നഡയിലൊക്കെ ഞാൻ അവനെ അഭിസംബോധന ചെയ്ത് പതിയെ തോട്ടത്തിലേക്ക് കടന്നു. മലയടിവാരത്തിൽ വളരെ ഭംഗിയുള്ള ഒരു റോസാപ്പൂ തോട്ടം. ഇവിടെ കർണാടകയിൽ ധാരാളം പുഷ്പകൃഷിത്തോട്ടങ്ങളുണ്ട്. റോസും ജമന്തിയും പിന്നെ നമുക്ക് പേരറിയാത്ത ഒട്ടനേകം മറ്റു പുഷ്പങ്ങളും ഇവിടെ കൃഷി ചെയ്യുന്നു. ഇതെൻ്റെ സുഹൃത്ത് രാജീവും മകനും. അവരും ഇങ്ങോട്ട് വരാനുള്ള ശ്രമത്തിലാണ്. ഇവിടെ ഇത് അവരണ്ണനുണ്ട്. ഒരു നായ്ക്കുട്ടിയും കൂടെ കാണാം. അദ്ദേഹത്തിൻ്റെ പേര് കൃഷ്ണപ്പ എന്നാണെന്നും അദ്ദേഹത്തിൻ്റേതാണ് ഈ തോട്ടമെന്നും പറഞ്ഞു. പിന്നെ പൂക്കൾക്ക് നല്ല ഡിമാൻഡുള്ളപ്പോൾ വില കിട്ടാറുണ്ടെന്നും അതുകൊണ്ട് തന്നെ നഷ്ടമില്ലാതെ പോകുന്നു എന്നും അറിയാൻ കഴിഞ്ഞു. കൃഷ്ണപ്പ അണ്ണനോടും ധീരശ്വരനായ നായ്ക്കുട്ടിയോടും യാത്ര പറഞ്ഞ് ഞാൻ പൂന്തോട്ടത്തിൻ്റെ കുറച്ച് ദൃശ്യങ്ങൾ കൂടി പകർത്തിയെടുത്തു. ഇത് നല്ല സുഖകരമായ ഒരു കാഴ്ചയാണ്. സായാഹ്ന സൂര്യൻ്റെ വെയിൽ, പച്ചയും മഞ്ഞയും വിവിധ വർണ്ണങ്ങളിലുള്ള പുഷ്പങ്ങൾ, ബാക്ക്ഗ്രൗണ്ടിൽ നീലാകാശവും വെള്ളമേഘങ്ങളും, ആകെക്കൂടി ഒരു പെയിൻറ്റിങ് എന്ന പോലെ. അങ്ങ് ദൂരെ തലയെടുപ്പോടെ സ്കന്ദഗിരി. പലപ്പോഴും നമ്മൾ തേടിപ്പോകുന്നവയല്ല, നമ്മളെ കാത്തിരിക്കുന്ന, നമ്മളെ മാടി വിളിക്കുന്ന ഇത്തരം സ്ഥലങ്ങൾ കാണുമ്പോഴാണ് നമ്മൾ ശരിക്കുള്ള യാത്രകൾ അനുഭവിച്ചു തുടങ്ങുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ സ്കന്ദഗിരി കാണാൻ വന്ന ഞാൻ സ്കന്ദഗിരിയുടെ താഴ്വാരങ്ങളിലെ ദൃശ്യഭംഗിയിൽ അഭിരമിച്ച് ക്യാമറയുമായി അലയുന്നു. കാഴ്ചകൾക്ക് യാതൊരു പഞ്ഞവുമില്ല. അസ്തമയ സൂര്യൻ മരച്ചില്ലകൾക്കിടയിലൂടെ എത്തി നോക്കി. തിടുക്കത്തിലെവിടെയോ പോകാനുണ്ട് എന്ന മട്ടിൽ. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ഞാൻ വേഗം തന്നെ സ്കന്ദഗിരിയും ചുറ്റുപാടുമൊക്കെ ഒന്ന് നടന്ന് കുറച്ചുകൂടി ദൃശ്യങ്ങൾ പകർത്തി. പിന്നെ ക്ഷേത്രത്തിന് ചുറ്റും ഒന്ന് കറങ്ങി നടന്നു. കുറച്ച് ദൃശ്യങ്ങൾ കൂടി ക്യാമറയിൽ പകർത്തി. വാഹനം പിന്നോട്ടെടുക്കുമ്പോൾ സ്കന്ദഗിരിയുടെ ആകാശത്തിൽ വെൺമേഘക്കീറുകൾ. പെട്ടെന്നാണ് രാജീവിൻ്റെ മകൻ ആ കാഴ്ച ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. മനോഹരമായ ഒരു മഴവില്ല്. സുന്ദരമായ ഈ ദൃശ്യങ്ങളോടൊപ്പം ആ മഴവില്ലിനെ കൂടി ഞാൻ ചേർത്ത് വയ്ച്ചു. മടക്കയാത്രയിൽ മനസ്സു നിറയെ വരാനിരിക്കുന്ന കാഴ്ചകളെക്കുറിച്ചുള്ള ചിന്തകൾ.